അസ്സലാമലൈക്കും. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഫസ്റ്റ് ഷെയർ ചെയ്യുന്നത് ഈ പ്രാവശ്യത്തെ ഏപ്രിലെ ഫസ്റ്റ് എഡിഷൻ വനിതയ്ക്കകത്ത് എൻ്റെ റെസിപ്പീസൊക്കെ ഉണ്ട്. നോമ്പുതുറ വിഭവങ്ങളാണെല്ലാം. അപ്പം വളരെ ഈസി ആയിട്ടുള്ളതും വളരെ ഹെൽത്തി ആയിട്ടുള്ളതൊക്കെ റെസിപ്പീസാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൊച്ചു കുട്ടികൾക്ക് പോലും ചെയ്യാൻ പറ്റുന്നതൊക്കെ റെസിപ്പീസൊക്കെ ഉണ്ട്. പിന്നെ ഈ പ്രാവശ്യത്തെ റമദാന് ഞാൻ കൂടുതൽ റെസിപ്പിയൊന്നും ചെയ്യുന്നില്ലെന്ന് തന്നെ വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ കുറേ പേരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു, വീഡിയോ കാണുന്നില്ലല്ലോ, എന്താണ് റമദാൻ്റെ റെസിപ്പിയൊന്നും ചെയ്യാത്തതെന്നൊക്കെ ചോദിച്ചത് കൊണ്ട് ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യുവാണ്. അപ്പോൾ ഇതിൽ സിമ്പിളായിട്ടുള്ള 3 റെസിപ്പീസാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് കണ്ടു നോക്കാം. ഫസ്റ്റായിട്ട് ഞാനിവിടെ ഉന്നക്കായ്ക്കാണ് ഏത്തപ്പഴമൊക്കെ പുഴുങ്ങിയിട്ട് നന്നായിട്ട് സ്മാഷ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഞാനിവിടെ 2 കിലോ ഏത്തപ്പഴം നന്നായിട്ട് പുഴുങ്ങി അതിൻ്റെ ഉള്ളിലുള്ള സീഡൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ സ്മാഷ് ചെയ്തെടുത്തതാണ്. എന്നിട്ട് ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടി നമുക്കൊരു പാൻ എടുത്ത് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നെയ്യുടെയൊക്കെ അളവ് നിങ്ങൾക്ക് കുറഞ്ഞും കൂടിയൊക്കെ ഇഷ്ടമാണെങ്കിൽ കുറച്ച് കൂടുതൽ എടുക്കാവുന്നതാണ് കേട്ടോ. ഇത്രയും തന്നെ വേണമെന്നില്ല. പിന്നെ അതിലേക്ക് ഞാനൊരു 1/4 കപ്പ് നട്ട്സ് ഇങ്ങനെ ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് മുന്തിരി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതിൽ മുന്തിരിയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇവിടെ അധികം ആർക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനത് ചേർക്കുന്നില്ല. പിന്നെ ഇതിലേക്ക് ഞാൻ 1.5 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഈ നെയ്യിലൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നിങ്ങൾക്കൊക്കെ മുട്ട ഇഷ്ടമാണെങ്കിൽ ഒരു 4-5 മുട്ട ഒന്ന് ഉടച്ച് ഇതിൽ നിന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഉന്നക്കയുടെ ഉള്ളിൽ മുട്ട വെച്ച് എടുത്താലും നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് വീണ്ടും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് പഞ്ചസാരയല്ല ചേർക്കുന്നത് കേട്ടോ, ശർക്കരയാണ് ചേർക്കുന്നത്. അപ്പോൾ ശർക്കര ചേർത്ത് ചെയ്താൽ നല്ല ടേസ്റ്റാണ് പഞ്ചസാരയെക്കാട്ടിലും. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ശർക്കര ചീയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം പിന്നെ നമുക്കിത് ഉന്നക്കയുടെ അകത്ത് വെച്ചിട്ട് പഴമെടുത്ത് നമ്മുടെ ഓരോ ബോൾസ് ആക്കിയതിന് ശേഷം നമ്മൾ കൈവേളയിൽ വെച്ച് പരത്തി അതിൻ്റെ ഉള്ളിൽ ഈ ഫില്ലിങ് വെച്ചിട്ട് നമുക്ക് ഷേപ്പായിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നേരത്തെ തന്നെ നോമ്പ് സമയത്ത് നേരത്തെ തന്നെ എല്ലാം തയ്യാറാക്കി വെച്ചിരുന്നാൽ നമുക്ക് ഭയങ്കര വലിയൊരു ജോലിയാണ് നമുക്ക് ഇല്ലാതിരിക്കുന്നത്. കാര്യം ഇത് ചെയ്യാൻ വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ സ്നാക്സ് ഉണ്ടാക്കുന്ന പണിയാണല്ലോ ഏറ്റവും എല്ലാവർക്കും കൂടുതലായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ നേരത്തെ തയ്യാറാക്കി വെച്ചാൽ വളരെ ഈസിയാണ്. കണ്ടോ, ഇതേപോലെ ചെയ്തിട്ട് നമുക്കിത് അടച്ചിട്ട് ഫ്രിഡ്ജിൽ അല്ലെങ്കിൽ ഫ്രീസറിൽ വെച്ചാൽ മതി. അപ്പോൾ നമുക്കിത് ആവശ്യാനുസരണം എടുത്ത് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഉന്നയ്ക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ സമൂസയ്ക്കുള്ള ഫില്ലിങ്ങാണ് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 5 സവാളയാണ് ചോപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. ഈ ഫില്ലിങ് നിങ്ങൾക്ക് ഏതിൽ വേണമെങ്കിലും ചെയ്യാവുന്നതാണ് കേട്ടോ. സമൂസയ്ക്കായിരുന്നാലും ഇത് കട്ട്ലറ്റിലായിരുന്നാലും ഇതിപ്പോൾ ഞാൻ സമൂസ ചിക്കൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഏതിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഫില്ലിങ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ റോളിൽ വേണമെങ്കിൽ ചിക്കൻ റോൾ നമുക്ക് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഈ ഫില്ലിങ് ചെയ്യാം. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 3 ടീസ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടെ ക്രഷ് ചെയ്തെടുത്തതാണ്. ഒന്ന് ചതച്ചെടുത്താൽ മതി. പിന്നെ മുളകും ഒക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് കുറച്ച് എരിവ് അധികം വേണമെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടിയെടുക്കണം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം എടുക്കാവുന്നതാണ്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആ പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്രയും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം, പൊടിയുടെയൊക്കെ ഈ പച്ചമണം മാറുന്നത് വരെ.
ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് നമുക്ക് ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ നേരത്തെ തന്നെ ചിക്കന് കുറച്ച് കുരുമുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് വേവിച്ച് ശേഷം ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ഒരു 750 ഗ്രാം ചിക്കനാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഉപ്പ് നോക്കിയിട്ട് വേണം ചേർക്കാൻ. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തണുക്കാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കാം. അതുപോലെ തന്നെ അടുത്തതായിട്ട് കട്ട്ലറ്റിനായിട്ടുള്ള സവാളയൊക്കെയാണ് എടുത്തിരിക്കുന്നത്. അതും ഇതുപോലെ ഞാൻ ഒരു 6 സവാളയാണ് എടുത്തിരിക്കുന്നത്. അത് സവാള നന്നായിട്ട് വഴറ്റി അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി. ഇത്രയും കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പൊടിയിലേക്ക് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. മുളക് പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് അധികം ചേർക്കാവുന്നതാണ്. ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ തന്നെ സവാള വഴറ്റുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. ബീഫും നേരത്തെ ഞാൻ ഇങ്ങനെ കുക്ക് ചെയ്ത് വെച്ചതാണ് കേട്ടോ, ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഒക്കെ ചേർത്തിട്ട്. 1 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതാ നമ്മുടെ 2 ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്ക് കട്ട്ലറ്റിലേക്കുള്ള മസാലയിലേക്ക് 1.5 കിലോ കിഴങ്ങാണ് വേവിച്ചത്, അതും കൂടെ ചേർത്ത്. അത് ഞാൻ വേവിച്ച് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് സ്മാഷ് ചെയ്തിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ സാധാരണ കട്ട്ലറ്റ് എല്ലാവർക്കും അറിയുന്ന റെസിപ്പി കൂടിയാണല്ലോ. ഏത് ഷേപ്പിലാണ് നമുക്ക് ചെയ്യണമെന്ന് വെച്ചാൽ അതേ ഷേപ്പിലാക്കിയിട്ട് മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലെടുക്കാം. അപ്പോൾ ഇത് തന്നെ സെയിം തന്നെ ചിക്കൻ വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ബീഫ് ഇഷ്ടമില്ലാത്തവർക്ക് ചിക്കൻ വെച്ചും എടുക്കാം. ഇത് ഇതുപോലൊരു ബോക്സിലാക്കി നമുക്ക് ഫ്രീസറിൽ വെക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ എല്ലാം 3 എണ്ണം റെഡി ആയിട്ടുണ്ട്. ഞാൻ സമൂസ, നേരത്തെ ഉള്ള സമൂസയുടെ ഫില്ലിംഗ് ഇല്ല, അതും റെഡി ആയിട്ടുണ്ട്. ഉന്നയ്ക്ക, കട്ട്ലറ്റ്, പിന്നെ അതുകൂടാതെ ഞാൻ മീറ്റ് ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കട്ട്ലറ്റിൻ്റെ ബാക്കി വരുന്നത് നമുക്ക് റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് ബോൾസ് ആക്കി പൊരിച്ചാലും അത് ഇതാണ്. അപ്പോൾ എല്ലാവരും ഈ വനിതയുടെ ഈ റെസിപ്പീസൊക്കെ ഒന്ന് ട്രൈ നോക്കണം. റംസാന് സാധാരണ ഞാൻ വീഡിയോ ഇടാൻ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. ഓതാനും നിസ്കരിക്കാനൊക്കെ ടൈം ഉണ്ടാവാറില്ല. കിച്ചണിലും എല്ലാം കൂടെ എഡിറ്റിംഗ് എല്ലാം കൂടെ ആകുമ്പോൾ ഒട്ടും ടൈം കിട്ടാനില്ല. അപ്പം നിങ്ങളും മാക്സിമം ഈ ഒരു മാസം പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റിവെക്കുക. കിച്ചണിൽ കൂടുതൽ ടൈമൊന്നും സ്പെൻഡ് ചെയ്യാതെ. അപ്പം അതുപോലെ തന്നെ ഈ റംസാൻ എന്നെയും കൂടി നിങ്ങൾ ഓർത്ത് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക, പിന്നെ സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി ഒരു മാസം കഴിഞ്ഞ് പുതിയ റെസിപ്പിയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരാം. അപ്പം ഈ ഒരു മാസം ഇനി റെസിപ്പി വീഡിയോ ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ എല്ലാവർക്കും ഒരു റംസാൻ മുബാറക്ക് നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ റെസിപ്പീസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, മാക്സിമം ഷെയർ ചെയ്യുക. താങ്ക് യു.